യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് ഇയാൾ എങ്ങനെ വരുന്നു ചോദിച്ചാൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയിട്ടാണ്. വ്യാജ ID കാർഡ് ഉണ്ടാക്കിയെന്ന് ആരാണ് പരാതിപ്പെട്ടതെന്ന് ചോദിച്ചാൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കി എന്നെ തോപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ നമുക്കറിയാം. പരസ്യമായി പറഞ്ഞ കാര്യമാണ്. ചാനൽ ചർച്ചയിൽ കൂടെ അവർ വന്ന് പറഞ്ഞ അവരെല്ലാം ഇപ്പോൾ കോൺഗ്രസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ട് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ അവരുടെ എല്ലാം ബൈറ്റ് എടുക്കണം. എങ്ങനെയാണ് നിങ്ങളെ തോൽപ്പിച്ചത് എന്ന് അവരോട് ചോദിക്കണം. അപ്പോൾ അവർ തന്നെ കൊടുത്ത കേസുകൾ ഇപ്പോൾ കോടതിയിലും അവരുടെ AICC നേതൃത്വം മുന്നിലും ഉണ്ട്. അപ്പോൾ അതെല്ലാം അവഗണിച്ച് അയാളെ പ്രസിഡൻ്റാക്കി. പിന്നീട് അയാളെ പാലക്കാട് കൊണ്ടുവന്നു. അല്ല, എന്തിനാണ് പാലക്കാട് കൊണ്ടുവന്നത്? പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ എന്താ പറഞ്ഞത്? പാലക്കാട് DCC AICC-ക്കും KPCC-ക്കും അയച്ച പരാതി എന്തായിരുന്നു? അപ്പോൾ പൂർണ്ണമായും പാലക്കാട് കോൺഗ്രസിൻ്റെ എല്ലാ എതിർപ്പും മറികടന്ന് അവിടെ ഷാഫി പറമ്പൽ ഇയാളെ കൊണ്ട് സ്ഥാപിച്ചു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പിന്തുണയല്ലേ കൊടുത്തത്. അതല്ലേ ഷഹനാസ് പറഞ്ഞത്. ഞാൻ എത്രയോ തവണ ഷാഫിയോട് പറഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്യാം, ഷാഫി അയാളെ സംരക്ഷിച്ചു എന്നല്ലേ പറഞ്ഞത്. എന്നാൽ പിന്നെ ഷഹനാസിൻ്റെ പേരിൽ നടപടിയെടുക്ക്. ഷഹനാസ് ഇപ്പോഴും കോൺഗ്രസിൻ്റെയൊക്കെ നേതാവല്ലേ. എന്തുകൊണ്ട് ഷഹനാസിൻ്റെ ഈ പത്രസമ്മേളനത്തിന് മറുപടി പറയാൻ ഷാഫി തയ്യാറായിട്ടില്ല? അപ്പോൾ ഇതിനെല്ലാം രക്ഷാധികാരിയായിട്ട് ഷാഫിയാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ക്രൈം സിൻഡിക്കേറ്റിലെ രണ്ടാമൻ മാത്രമേ ഇപ്പോൾ അകത്ത് പോയിട്ടുള്ളൂ. ക്രൈം സിൻഡിക്കേറ്റിലെ ഒന്നാമനും മൂന്നാമനും നാലാമനുമെല്ലാം പിന്നാലെ പോവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.